ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വിളവെടുപ്പ് കാഴ്ചകളും കുക്കിങ്ങുമാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ബീൻസ് വിളവെടുക്കുവാണ്. വയലറ്റ് കളറുള്ള ബീൻസ് ആണ്. കുറേ കിട്ടി, പക്ഷെ ഇതെല്ലാം ചൂട് കാരണം ഇലയെല്ലാം കരിഞ്ഞു പോവാം. അതുകൊണ്ട് വലിയ വിളവില്ല. അതെല്ലാം പറിച്ചെടുത്തേക്കാം. അതൊക്കെ മറിഞ്ഞൊക്കെ കിടപ്പുണ്ട് കുറേശ്ശെ. അതെ, ഇതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ഇവിടെ ഇതുണ്ട്, കണ്ണർ ബീൻസ് ഇച്ചിരിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതൊന്നും ഇല്ല, ഇച്ചിരി ഇതുണ്ട്. ഇതിന്റെ ഇടയ്ക്കെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത്രയും ബീൻസാണ് കിട്ടിയത്. ഇന്ന് സവോള വിളവെടുക്കണം. പയറ് വിളവെടുത്തു, ഇനി സവോളയും കൂടി ഉണ്ട്. സവോളയുടെ ഇലയെല്ലാം പോയി, കരിഞ്ഞു പോയി. കുറച്ച് ഇലയൊക്കെ നിൽപ്പുണ്ട് പൂത്തിട്ടൊക്കെ. അത് പറിച്ചെടുക്കാം. മണ്ണിനകത്ത് കിടപ്പുണ്ട് കുറേ. ഇത് എല്ലാം പൂത്ത് പോയി. ഇത് കണ്ടോ, ഇതെല്ലാം ഇല പോയി. ഇത് കണ്ടോ, ചെറിയ സവോള, റെഡ് സവോളയാണ്. ഇതല്ല, ചെറുതാ. ഇത്രയും കിട്ടിയ സവോള. ഇനി വെളുത്തുള്ളിയാണ് വിളവെടുക്കുന്നത്. വെളുത്തുള്ളി ഇലയെല്ലാം പോയി. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. നന്നായിട്ട് വളർന്നു വന്നു, ഇലയെല്ലാം പോയി, കരിഞ്ഞു പോയി. പക്ഷേ വിളവെടുത്തില്ലായിരുന്നു, അങ്ങനെ കടന്നിരുന്നു. അതിന്ന് മണ്ണിനകത്തുനിന്ന് എല്ലാം മാന്തി എടുക്കണം. ഇതായിരുന്നു വെളുത്തുള്ളി കിളത്ത് വന്ന സ്ഥലം. ഇതാണ് വെളുത്തുള്ളി വിളവെടുത്തത്. വെളുത്തുള്ളി ഇത് കണ്ടോ, ചെറിയ വെളുത്തുള്ളി ആയിപ്പോയി. ഇലയെല്ലാം കരിഞ്ഞു പോയായിരുന്നു. ഇത് കണ്ടോ. ബീട്രൂട്ട് വിളവെടുക്കുവാണ്. ഇത് ആദ്യത്തത് ഇതിന് ഇച്ചിരി വലുപ്പമുണ്ട്. ഇനി എല്ലാം മണ്ണിന്ന് നെല്ലിലേക്ക് പൊങ്ങി പോകണം. എടുത്തതാ, നമ്മൾ പറിക്കാതെ വെച്ചിട്ടത് കണ്ടോ. ക്യാരറ്റിന്റെ അവസ്ഥ ഇതാണ്. ക്യാരറ്റ് പറിച്ചെടുത്താക്കാം. ക്യാരറ്റ് മുഴുവൻ, ഇല മുഴുവൻ പോയി. അപ്പോൾ നമ്മൾ ഇന്ന് പയറ് മെഴുക്കുവരട്ടിയാണ് വെക്കാൻ പോകുന്നത്. ബീൻസ് പയറ് പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അത് വയലറ്റ് കളർ ബീൻസാണ്. കാണാമോന്ന് അറിയില്ല. ഇത് വയലറ്റ് കളർ ബീൻസ്. അതിൻ്റെ കൂട്ടത്തിൽ റണ്ണർ ബീൻസും കൂടി ഇട്ടിട്ടുണ്ട്. 2-3 എണ്ണം കിട്ടിയായിരുന്നു. പിന്നെ സവോള, ഇതും പറമ്പിൽ നിന്ന് പറിച്ചതാണ്. പിന്നെ പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനമാണ്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു, ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പം സവോള ഇടുക. ഈ പ്ലേറ്റ് നാട്ടിൽ നിന്ന് മേടിച്ച പ്ലേറ്റാണ്. കുറേ നാളുകളായിട്ട് ഇവിടെ ഉള്ളതാണ്. ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാനോർത്ത് ഇതാകുമ്പോൾ എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് വെക്കാമല്ലോ. ഇനി പച്ചമുളക് ഇടുക. തേങ്ങാക്കൊത്ത് ഇടുക. ഇനി ഒരുവിധം വന്നിട്ടുണ്ട് സവോള. ഇനി നമ്മൾ ഇടേണ്ടത് പയറാണ്. ഈ പയറ് വയലറ്റ് കളറാണ്. പക്ഷെ ഇത് അടുപ്പിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഗ്രീൻ കളറാകും. അതൊരു പ്രത്യേക അത്ഭുതമാണ്. ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം, യുകെയിലുള്ളവർക്ക്. നാട്ടിലുള്ളവർക്ക് ഇത് അറിയില്ല എന്ന് തോന്നുന്നു. കാണാം നമുക്ക്.
പയറ് വേകാൻ വെച്ചു. അത് തീ കുറച്ചിട്ടിരിക്കണം. അത് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വാഴച്ചുണ്ട് അരിഞ്ഞത് കറി വെക്കണം. വാഴച്ചുണ്ട് അരിഞ്ഞത് ശകലം എണ്ണ തേച്ച് ഞാൻ കുറച്ച് നേരം ഇവിടെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ തേങ്ങായും ജീരകവും കൂടെ അരച്ചത്, പച്ചമുളക്, സവോള, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ചേർക്കുന്നത്. പിന്നെ ഇച്ചിരി മഞ്ഞളും കൂടെ ചേർക്കണം. ഞാൻ പറയാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ വലിയ ഒലിവോയിലാണ്. കുറച്ച് വാഴച്ചുണ്ട് ഇടാം, അപ്പം കുറച്ച് എണ്ണ മതി. പയറിട്ടും വെക്കാം ഞാൻ, പക്ഷെ പയറിടുന്നില്ല, അല്ലാതെയാണ് വെക്കുന്നത്. അതിന് എണ്ണ ചൂടായിട്ടുണ്ട്. സവോള ഇടാം. കുറച്ച് വാഴച്ചുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ഇടാം. പച്ചമുളക് കാണിച്ചില്ല എന്തായാലും, അതിൻ്റെ ഇഷ്ടത്തിന്. അതിൻ്റെ കൂടെ മഞ്ഞൾ ഒരു ശർക്കില ഇത്ര ഇട്ടാൽ മതി. ഇച്ചിരി കുറച്ചിടും. നമുക്ക് വാഴച്ചുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങായും ജീരകവും കൂടെ അരച്ചത്, പിന്നെ ഉപ്പ് ശകലം, ഒരു 1/4 ടീസ്പൂണ്. ഇതായിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം. ഇനി നമുക്ക് പയറ് എങ്ങനെയായി നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ വയലറ്റ് ബീൻസ് ആണ്, പക്ഷേ അത് ചൂടാകുമ്പം ഗ്രീൻ ആകുമെന്ന്. നോക്കാം നമുക്ക്. അപ്പോൾ വെക്കാം. കണ്ടോ, ഫുള്ള് ഗ്രീൻ ആയത് കണ്ടോ. ഇത് ഒരു പ്രത്യേക ഭയങ്കര ഒരു അത്ഭുതമാണത്. ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് വയലറ്റ് കളറായിരുന്നത് ഗ്രീൻ കളറായി. ഓക്കെ, നമ്മൾ തോരൻ കറി എന്ന് വെച്ചു. ഇനി ചിക്കൻ കറി വെക്കണം. അപ്പം ചട്ടി ചൂടായി. ഇന്ന് മൺചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. എണ്ണ ഒഴിക്കുകയാണ്. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ ഇടാനായിട്ട് എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ച വെളുത്തുള്ളിയാണ്, രാവിലെ കാണിച്ചായിരുന്നല്ലോ. എണ്ണ ചൂടായി, കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉള്ളി എല്ലാം കൂടെ ചട്ടിയിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇനി തക്കാളിക്കായും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് തക്കാളിക്കാണ്. ഇനി പൊടികളൊക്കെ ഇടാറായി. ഞാൻ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. മല്ലിപ്പൊടി ഞാൻ കൊത്തമല്ലി ചീനച്ചട്ടി ഇട്ട് ചൂടാക്കി പൊടിച്ചതാണ് സ്വന്തമായിട്ട്. എൻ്റെ സ്വന്തം മില്ലിൽ പൊടിച്ച മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂണ്, ഒരു കുറച്ചും കൂടെ ഇടാം. 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിലൊരു ശകലവും കൂടെ ഇടാം. 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം, അത്ര ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും ഇതുപോലെ ഉണക്കമുളക് ചൂടാക്കി പൊടിച്ചതാണ്, സ്വന്തമായിട്ട് പൊടിച്ചതാണ്.
അത് ഇത്ര ഇടണ്ട, ഇത് കാരണം ഇതിന് ഇച്ചിരി എരിവുള്ളതാണ്. ഇത്ര ഇട്ട് ചെറുതും കൂടി ഇടാം. 1 ടീസ്പൂണ്. ബാക്കി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ചെറിയ സ്പൂണിൽ 1/2. പിന്നെ ഇച്ചിരി കൊഴുപ്പിന് വേണ്ടി കാശ്മീരി മുളക് പൊടി, ഇതിനധികം എരിവില്ലാത്തതാണ്. ഇത് ഒരു 2 ടീസ്പൂണ്. ഈ സ്പൂണിനകത്ത് 2, 3 വേണമെങ്കിൽ ഇടാം. 3 ടീസ്പൂൺ ഇടാം. അത്ര ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ മസാലക്കൂട്ട്, ഇതും ഞാൻ ഇടിച്ച് പൊടിച്ചുണ്ടാക്കിയതാണ്. എല്ലാ മസാലക്കൂട്ടുകളും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 1 ടീസ്പൂണ് ഇട്ടാൽ മതി. കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ചട്ടിക്കകത്തേക്ക് ചിക്കന് ചട്ടി ഇച്ചിരി ചെറുതാണെന്ന് തോന്നുന്നു. നോക്കാം, മാക്സിമം ചട്ടി തന്നെ വെക്കാവുന്ന നോക്കാം. നന്നായിട്ട് അരപ്പെല്ലാം കൂടെ ഈ കഷ്ണത്തിൽ യോജിപ്പിക്കണം. ഓക്കെ, ഉപ്പും കൂടെ ഇടണം. ഉപ്പ് മുമ്പേ കുറച്ചിട്ടായിരുന്നു ഞാൻ, അത് കഴിഞ്ഞ് കുറച്ചിട്ട്. പിന്നെ അത് കൂടാണ്ട് പുതിനയില, ഇത് പറമ്പിലെ പുതിനയിലയാണ്, ഇങ്ങോട്ട് ഇടുക. ഇവിടെ ഇട്ടിട്ട് ഇനി കെറ്റിലിൽ ഇച്ചിരി ചൂടാക്കിയ വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്, തണുത്ത വെള്ളം ഒഴിക്കാൻ താല്പര്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതാണ് അരപ്പെല്ലാം ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് വന്നപ്പോൾ അവസ്ഥ. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. എന്താ പുതിനയില എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ഹോം മെയ്ഡ് സാധനങ്ങൾ.